ത്രിവേണി, ത്രിവേണി, നിനക്ക് നല്ലപോലെ അറിയാൻ ഞാൻ നിന്റെ പുറകെ വരുന്നുണ്ടെന്ന്. നീ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അത് മാത്രല്ല, നീ അമ്പലമണി എന്ന് വിളിച്ച് കളിയാക്കുന്നതും ഇതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായ സ്ത്രീ എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ അമ്മയോട് ഒരാൾ തട്ടിക്കയറി സംസാരിക്കുന്നത് ഞാൻ കാണുന്നത്. അത് ത്രിവേണിയാണ്. ഞാൻ അന്നേ തീരുമാനിച്ചതാ, എനിക്കൊരു ലൈഫ് പാർട്ണർ ഉണ്ടെങ്കിൽ ത്രിവേണി ആയിരിക്കുള്ളൂ. ഞാനൊരു കല്യാണം കഴിക്കുവാണെ ഉറപ്പായിട്ടോ നീയായിരിക്കും. എനിക്ക് ബോധമില്ലേ മനുഷ്യൻ ഏത് അവസ്ഥയിലാണെന്ന് അറിയാതെ പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കുന്നു. നിന്റെ അമ്മ ഇപ്പൊ എന്റെ മുന്നിൽ കിട്ടിയാണല്ലോ, അവരുടെ കരണടിച്ച് പൊളിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്. അങ്ങനെയാ നിന്റെ അമ്മ എന്റെ ചേച്ചിയോട് ചെയ്തത്. അവരുടെ മോനല്ലേ നീയും. അവരോടുള്ള അതേ ദേഷ്യം എനിക്ക് നിന്നോടും ഉണ്ട്. നിന്നെന്റെ കൺമുന്നിൽ കണ്ടാണ്ടല്ലോ പ്രൊപ്പോസ് ചെയ്യാൻ വന്നേക്കും. ചേച്ചി, എന്തത്ര പ്രശ്നം? ഇവിടെ എത്ര ചൂടായിട്ട് പോകുന്നേ? അപ്പൊ മോനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇവളുടെ ചേച്ചിയെ കൈക്കൂലി കേസിൽ പോലീസ് പിടിച്ചു. എപ്പോ? കുറച്ചു മുന്നേ. മോന്റെ പാപ്പയും പ്രകാശേട്ടനൊക്കെ അതിന്റെ ആവശ്യത്തിനായി പോയേക്കുവാ. എന്ത് വൃത്തികെട്ട സമയത്ത് ഞാൻ കയറി പ്രപ്പോസ് ചെയ്തേ. മോൻ അവളെ പ്രപ്പോസ് ചെയ്തതാണോ? എന്റെ പൊന്ന അർജുന, അബദ്ധമൊന്നും കാണിക്കില്ലേ. അവളുടെ ചേച്ചിയെ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങിയതായി കുടുംബത്തിന്റെ നാശം. ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ അമ്മയും മോനേട്ടനും പറഞ്ഞതാ. ഇനി അതിന്റെ അനിയത്തിയെ കൂടെ കെട്ടിക്കൊണ്ടുവന്ന് കുടുംബ കുളം തോണ്ടണോ? അവരെ സഹകരിക്കാൻ കൊള്ളാവുന്ന കൂട്ടങ്ങളല്ല. അതുകൊണ്ട് മോനെ, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം മനസ്സിന്ന് കളഞ്ഞേര്. ചേച്ചി